ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നിസ്ഫലിന് ഒരു ചെറിയ പണി കിട്ടിട്ടോ. ഇതാ ഈ കിടക്കണ മുതലുണ്ടല്ലോ, ഇതിന്റെ അകത്ത് ചെറിയൊരു മാന്തല് കിട്ടി. നിസ്ഫല് കയറി ഒന്ന് ചൊറിയാൻ നോക്കി. അപ്പൊ എന്ത് ചെയ്ത് അത് കയറി ഒന്ന് മാന്തി. പിന്നെ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കാനില്ല, നേരെ ഹോസ്പിറ്റലിൽ പോകണം. അതിന് നമ്മൾ അനസിന്റെ അകത്ത് പൈസ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പോണത്. പൂച്ച മാന്തിയാല് പിന്നെ അങ്ങനെയാണല്ലോ, പൂജ അടിക്കൽ നിർബന്ധ. അവന്റെ കുടുംബക്കാർക്ക് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. തൽക്കാലം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണില്ല. നമ്മളെ ഇവിടെ റഹേലിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി നോക്കാം നമുക്ക്. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നല്ല ഇവിടുത്തെ ഹോസ്പിറ്റൽ, പലയിടത്തും പല ടൈപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് ആരെങ്കിലൊക്കെ കണ്ടാൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇവിടെ എന്താ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ നേരെ ഡോക്ടറിന്റെ റൂമിൽ കയറി ചെല്ലാൻ പറഞ്ഞു. അതിന് വേണ്ടി വേറെ ചീട്ടും കാര്യങ്ങളൊന്നും എടുക്കണ്ട, ഡോക്ടർ എന്താ പറയണത് നോക്കിയിട്ട് പിന്നെ ബാക്കി ആ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഡോക്ടർ ഓനോട് പറഞ്ഞ് ടി അടിക്കണം എന്ന്. പിന്നെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നേരെ ഓനെ സൂചി വെക്കണ റൂമിലേക്ക് കൊണ്ടുപോയി. ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് കയ്യമ്മലല്ല കുണ്ടിമ്മലാണ് സൂചി അടിക്കണെന്ന്. ഞാനത് കാണണ്ടാച്ചിട്ട് ഒരു വാതിലടച്ചിക്കണ്. വലിയ മാസിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങി വന്നിട്ട് കുണ്ടി വേദന കൊണ്ട് നന്നിട്ട് നടക്കുകയാണ്. ഏതായാലും ആ പരിപാടി കഴിഞ്ഞിക്കണ്. അവിടെ കൂടുതലും സ്റ്റാഫുകൾ ഉള്ളത് മലയാളികളാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഗോഡൌണിലേക്ക് വന്നു. ഗോഡൌൺ അല്ല, നമ്മളൊരു ഓഷ്. ഇവിടെ നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാവൽക്കാരൻ വേണമല്ലോ. അതിനു വേണ്ടി നമുക്ക് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. ജസ്റ്റ് ടെമ്പററി ആയിട്ട് നമുക്കൊരു ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാട്ടോ. അപ്പോഴേക്ക് നമ്മളെ ടീംസ് നല്ല തണുത്ത വെള്ളം കൊടുന്നിരുന്നു. ആഹാ, അത് കുടിച്ചപ്പോ എന്താ സുഖം. ചൂടിന്റെ കാഠിന്യം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതും ഒതുങ്ങൂലാന്ന്. അപ്പൊ കണ്ടിരുന്നത് നമ്മളെ പവർ സാധനം വരുന്നേ, ഏത് ഹംലയാത്ത്. ഈ സാധനം ഇവിടെ വേറെ ലെവൽ തന്നെ കേട്ടോ. സംഭവം ഈ ഡ്രിങ്ക്സ് അത്ര വലിയ നല്ലതൊന്നുമല്ല, നമ്മളിത് ഇടക്കിടക്ക് കുടിക്കുള്ളൂ. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ദഹുവിന്റെ IP ക്യാമറ കേട്ടോ. അതിനുവേണ്ടി നമ്മളെ KNVR ഇല്ല, പകരം DVR ആണ്. പിന്നെ നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യണില്ല, പകരം ഈ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ബോച്ച് സെറ്റ് ചെയ്യാൻ ഈ സാധനം ബെസ്റ്റ്. അതിന്റെ തിരയുണ്ട് അതിന്റെ കൂടെ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡ്രില്ല് ഇങ്ങനെ വലിച്ചു കൊണ്ട് നടക്കണ്ട. പിന്നെ ഗണ്ണ് അടിച്ചാൽ ഈ ഊരൽ എങ്ങനെയാന്ന് പിന്നെ എന്നോട് ചോദിക്കരുത് കേട്ടോ. അടിച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഊരാൻ പറ്റും, അത്ര തന്നെ. താൽക്കാലികമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു കേബിൾ നിന്ന് 2 ക്യാമറ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഹെൽപ്പറായിട്ട് ആൾക്കാർ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹെൽപ്പറാവാൻ വന്നതാണ് നമ്മളെ പൂച്ച മാന്തിയ നിസ്ഫലി. ഇപ്പോഴും വലിയ മാസിൽ കയറി വന്നിട്ട് തിരിച്ച് ഇനി എങ്ങനെ ഇറങ്ങാന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കേറിയ സുഖമില്ല ഇറങ്ങാനേ. എങ്ങനെയൊക്കെ നമ്മൾ താഴത്തേക്ക് ഇറക്കി. 7 ക്യാമറയോളം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 2 ഇപ്പം നമ്മളത് തീർന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് നാളെ സെറ്റാക്കാം. ഫുഡ് കഴിക്കാനുള്ള സമയം വളരെ അതിക്രമിച്ചിരുന്നു. എന്തായാലും ഫുഡ് തന്നെ കഴിക്കണ്ടേ. നല്ലൊരു സുർബിയാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു. ചിലവര് ബിരിയാണിയും കഴിച്ച്, നമ്മൾ സുർബിയാനും കഴിച്ചു കഴിഞ്ഞിട്ട് നിസ്ഫലിനെ കാണാനില്ല. അവസാനം അനസ് പോയിട്ട് എന്ത് ചെയ്ത് പറഞ്ഞ് തൻവീർ പൈസ കൊടുത്ത് ഇങ്ങോട്ട് പോരേന്ന്. അപ്പൊ തന്നെ കണ്ടിരുന്നു ഇങ്ങോട്ട് എണീറ്റ് വരുന്നത്. ഓൻ്റെതാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നത്. റൂമിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് തീർന്നിക്കണം. എന്ത് ചെയ്ത് അവിടെയുള്ള ബക്കാലയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സമയം അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടു പോവാതെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്.